വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആരോപണവുമായി NM വിജയന്റെ മകനും കുടുംബവും രംഗത്ത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പരാമർശം വേദനിപ്പിക്കുന്നതാണെന്നും പാർട്ടിയിൽ വിശ്വാസം നഷ്ടമായെന്നും മകൻ വിജീഷ്. വിജിലൻസ് അന്വേഷണ സംഘം മകനിൽ നിന്നും മൊഴിയെടുത്തു. നിലവിലെ പോലീസ് അന്വേഷണം തൃപ്തികരം. അച്ഛന് വലിയ സാമ്പത്തിക ബാധ്യത വന്നത് സംബന്ധിച്ച് അന്വേഷിക്കാൻ പോലീസിൽ പരാതി നൽകുമെന്നും NM വിജയന്റെ മകൻ വ്യക്തമാക്കി. നിയമന കോഴബാധിതയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത NM വിജയന്റെ ആത്മഹത്യക്കുറിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ വിവാദങ്ങളും കൊഴുക്കുകയാണ്. KPCC പ്രസിഡന്റിനെ അടക്കം നേതാക്കൾക്ക് എഴുതിയ 4 കത്തുകളും മകൻ വിജീഷിന് എഴുതിയ കത്തുമാണ് കഴിഞ്ഞ ദിവസം കുടുംബം പുറത്തുവിട്ടത്. ബത്തേരിയിലെ സഹകരണ സ്ഥാപനങ്ങളിലെ നിയമന കോഴയും താനെന്തിന് ആത്മഹത്യ ചെയ്യുന്നുവെന്ന കാര്യവും NM വിജയൻ കത്തിൽ വിശദമായി എഴുതിയിരുന്നു. IC ബാലകൃഷ്ണൻ MLAയുടെയും DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെയും പേരുകളും കത്തിൽ പരാമർശിച്ചിരുന്നു. നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുന്നതിനു പകരം ആത്മഹത്യ കുടുംബ പ്രശ്നം മൂലമെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടന്നുവെന്ന് മകൻ വിജീഷും മരുമകൾ പത്മജയും പ്രതികരിച്ചിരുന്നു. VD സതീശനും K സുധാകരനെയും നേരിൽ കണ്ട് കത്തുകൾ നൽകി. NM വിജയൻ കടക്കാരനായത് പാർട്ടിക്ക് വേണ്ടിയാണെന്നും കുടുംബം ആരോപിക്കുന്നു. K സുധാകരനെ കത്ത് വായിച്ചു കേൾപ്പിച്ചു. കത്തിൽ വ്യക്തതയില്ലെന്നും പാർട്ടിയെക്കുറിച്ചല്ല ആളുകളെക്കുറിച്ചാണ് പരാമർശമെന്ന് VD സതീശൻ പറഞ്ഞു. താൻ ഭീഷണിപ്പെടുത്തിയെന്ന VD സതീശന്റെ പരാമർശം വേദനിപ്പിച്ചെന്നും വിജയന്റെ മകൻ വിജീഷ് പറഞ്ഞു. ഞാൻ എൻ്റെ അച്ഛൻ്റെ ഒരു ഇതിൻ്റെ പുറത്താണ് ഞാൻ അവരെ കാണാൻ പോകുന്നത് തന്നെ. അല്ലെങ്കിൽ എനിക്കൊരു പോസ്റ്റൽ കാർഡ് അയച്ചാൽ മതിയായിരുന്നു. ഞാനത് കുറച്ചും കൂടെ ഇതായി ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് നേരിട്ട് പോയി കൊടുക്കേണ്ട ഒരു ഇത് വന്നത്. അപ്പോൾ എനിക്കൊരു ഭീഷണിപ്പെടുത്താനുള്ള ഒരു ഇതുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനത്തെ ഒരു ഭീഷണി ഞാൻ പെടുത്തിയിട്ടുമില്ല. കാര്യങ്ങൾ പറഞ്ഞു അത് ഇതാക്കി എന്നല്ലാതെ ഞാൻ ഭീഷണി എന്ന തരത്തിൽ ഞാൻ സംസാരിച്ചിട്ടുമില്ല. ഇങ്ങനത്തെ ഒരു കാര്യം ഞാൻ സംസാരിച്ചിട്ടില്ല. IC ബാലകൃഷ്ണനെയും ND അപ്പച്ചനെയും കത്തുകളെക്കുറിച്ച് അറിയിച്ചിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു. പേരുകൾ പരാമർശിച്ച കത്ത് കണ്ടതിനു ശേഷം 2 പേരുടെയും സമീപനം മാറി. ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി നടന്നിട്ട് അനുശോചനം രേഖപ്പെടുത്താൻ പോലും നേതാക്കൾ വിളിച്ചില്ലെന്നും NM വിജയന്റെ കുടുംബം ആരോപിക്കുന്നുണ്ട്. അതേസമയം ബാങ്ക് നിയമന കോഴയിടപാട് സംബന്ധിച്ചുള്ള വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. വയനാട് വിജിലൻസ് യൂണിറ്റ് DYSP ഷാജി വർഗീസ് NM വിജയന്റെ മകനിൽ നിന്നും മൊഴിയെടുത്തു. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണവും പുരോഗമിക്കുകയാണ്. ബത്തേരി DYSPക്കാണ് അന്വേഷണ ചുമതല. അതേസമയം നിയമനക്കോഴയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അന്വേഷിക്കാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ 4 അംഗ സമിതിയെ KPCC ചുമതലപ്പെടുത്തി. അമൃത ന്യൂസ്, വയനാട്.